കൊടുക്കാനുണ്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. ജിസേട്ടാ ഇപ്പൊ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോ തന്നെ ഭയങ്കര പോസിറ്റീവ് അഭിപ്രായം വരുന്നു. അപ്പൊ ഈ തേച്ച് മിനുക്കി ഉണ്ടാക്കിയെടുത്തൊരു കാർത്തിക് ഉണ്ടല്ലോ, ഈ നമുക്ക് എവിടെയും മുമ്പത്തെ ഒരു ആസിഫ് അലിനെ കാണാനില്ല, നോട്ടത്തിലും നടപ്പിലും ഇരിപ്പിലും ഒക്കെ പുതിയൊരു ആസിഫ് അലി. അത് കഴിഞ്ഞിട്ട് ഈ ട്രോളുകളൊക്കെ വരാൻ തുടങ്ങി, മറ്റേ ലിയോടെ നീം വെച്ചിട്ട് ബാഡാസ് മിസ്റ്റർ ലിയോദാസ് ബാഡാസ് എന്ന് പറയുമ്പോ അത്തരം കാര്യങ്ങളൊക്കെ കണ്ടോ? എങ്ങനെയാ ഈ പുതിയൊരു ആസിഫ് അലിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ? അതായത് ആസിഫിന്റെ ഞാൻ ബൈസൈക്കിൾ തീവ്സിൽ ആസിഫിനെ സമീപിക്കുമ്പോൾ ആസിഫ് അല്ല ഇപ്പോ ഈ ഗ്രാജുവലി ഉള്ള പ്രോഗ്രസ് ആസിഫിന്റെ ആസ് എൻ ആർട്ടിസ്റ്റ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത് ഏറ്റവും അടുത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ആസിഫിന് എപ്പോഴും നമുക്കറിയാം ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് ഒത്തിരി നാള് നമുക്ക് കണ്ണടച്ച് ആസിഫ് അലി എന്ന് ആലോചിക്കുമ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിലെ ട്രെയിനിൽ ഇരുന്നിട്ടുള്ള ആ സീനാണ് ആദ്യം മനസ്സിൽ വരുന്നത്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഈ കാർത്തിക് എന്ന് പറഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള, പ്രത്യേകിച്ച് ബിജുചേട്ടന്റെ ഒപ്പം ഇടിച്ചിടിച്ച് ഒപ്പത്തിനൊപ്പം ആരാണ് മുകളിൽ ആരാണ് താഴെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എത്ര മെച്ചുവേർഡ് ആയിട്ടാണ് ആസിഫ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് രാവിലെ എന്നെ മധുബാലായിട്ട് വിളിച്ചിരുന്നു, ഡയറക്ടർ മധുബാൽ. അപ്പൊ അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ചത് ഈ വിഷയത്തെ കുറിച്ച് മാത്രമാണ്, ആസിഫിന് വന്ന മാറ്റത്തെ കുറിച്ചാണ്. അപ്പൊ ഞാൻ മധുബാലായിട്ടൊന്ന് പറഞ്ഞു, ചേട്ടാ ആ മാറ്റം തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നത് ചേട്ടന്റെ ഒഴിമുറി എന്നൊക്കെ പറയുന്ന അല്ലെ അസി, ആ സിനിമയിലാണ് ആ ഒരു ബോയ് എന്നുള്ള സംഭവത്തിൽ നിന്ന് മാറിയിട്ടൊരു മെച്ചുവേർഡ് കൈൻഡ് ഓഫ് മാറ്റത്തിലേക്ക് വരുന്നത്. അപ്പം എനിക്കത് ഭയങ്കര സന്തോഷമാണ്. എന്താണോ ഞാൻ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി എഴുതിയത് അല്ലെങ്കിൽ ആലോചിച്ചത്, അത് 150% ഭംഗിയായിട്ടാണ് ആസിഫ് ചെയ്തിരിക്കുന്നത്. ഇനിയും എടുക്കാൻ പരിപാടികളുണ്ടോ? ഏത് ഈ സിനിമയ്ക്ക്? തീർച്ചയായിട്ടും ഇനിയിപ്പോ അങ്ങനെയല്ലേ, ഏറ്റവും പുതിയത് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പുതിയത് എന്താ പറയാ യുണീക്ക് അല്ലാത്ത ഒന്നും ഇനിയുള്ള ഓഡിയൻ അംഗീകരിക്കില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ വെറുതെ ഒരു സിനിമ ചെയ്യുന്നതിന് ഇനി സ്കോപ്പില്ല. ഇനി യുണീക്ക് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ തേച്ചുമിനിക്ക് ഫൈനൽ മറ്റേ ഡ്രാഫ്റ്റും കൊണ്ട് ഇനി ഫൈനൽ ഡ്രാഫ്റ്റുമായിട്ട് ഷൂട്ടിന് പോകാൻ പറ്റുള്ളൂ, അല്ലാതെ സെറ്റിൽ പോയിട്ടുള്ള പരിപാടികൾ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ഈ കാർത്തിക് ഇതുവരെ ചെയ്യാത്ത കുറെ മാനറിസം, ആസിഫ് അലി ഇതുവരെ ചെയ്യാത്ത കുറെ മാനറിസങ്ങൾ കാർത്തിക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചിന്തിക്കുമ്പോ താടി ചൊറിയുന്നതായാലും അല്ലെങ്കിൽ ചില വളരെ കാഷ്വൽ ആയിട്ട് ആളുകളിൽ നിന്ന് ട്രൂത്ത് എടുക്കുന്നതായാലും, അയാൾ വളരെ സാധാരണയായി ചോദിക്കുന്ന കാര്യത്തില പല പ്രധാനപ്പെട്ട ട്രൂത്തുകളും പുറത്തേക്ക് വരുന്ന ഈ അതൊക്കെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കുകയാണോ അതോ ഇതിന് ഒരു പുഷ് കൊടുത്തിട്ടുണ്ടാക്കണം എന്നുള്ള രീതിയിൽ? ഇല്ല, ഉറപ്പായിട്ടും അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ക്യാരക്ടർ ഡീറ്റെയിലിങ്ങിലൊന്നും ഞാനായിട്ട് എഫേർട്ട് ഇട്ടിട്ടില്ല. പക്ഷെ ജിസിന്റെ സ്ക്രിപ്റ്റിലും നരേഷനിലും ഓരോ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ഓരോ ഷോട്ടിലും ആ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. കാർത്തിക് എന്താണ്, കാർത്തിക് എന്നല്ല, ഓരോ ക്യാരക്ടേഴ്സിനും ഐഡന്റിറ്റി ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ജിസിനുണ്ടായിരുന്നു, ഓരോ ക്യാരക്ടേഴ്സിന്റെയും സ്വഭാവ രീതിയും സംസാരിക്കുന്ന രീതിയല്ല. അപ്പൊ അത് ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്തത് മാത്രം. പിന്നെ ഞാൻ ഈ സിനിമയുടെ ആദ്യത്തെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു, എനിക്ക് പോലീസ് വേഷം ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. എന്റെ ഒരു വലിപ്പമൊക്കെ വെച്ച് ഞാൻ പോലീസുകാരനായാലും എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു കോംപ്ലക്സ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ കുറ്റവും ശിക്ഷയാണ് ആ പേടി എനിക്ക് മാറ്റി തന്നത്. ഇതിലേക്ക് വന്നപ്പോ ഒരു ഏറ്റവും വലിയ ടാസ്ക് ബിജു മേനോന്റെ സൈഡിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു. പോലീസ് യൂണിഫോം ഇട്ടിരിക്കുന്ന ബിജു മേനോൻ എന്ന് പറഞ്ഞാൽ നെറ്റിപ്പട്ടം കിട്ടിയ ആനയെ പോലെയാണ്. അപ്പൊ അതിന്റെ സൈഡിൽ നിൽക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. അവിടെ നിന്ന് കണ്ട് എന്റെ അടുത്തേക്ക് ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അത് പക്ഷെ ആ കാർത്തികിന്റെ ക്യാരക്ടറൈസേഷനിലൂടെ എനിക്ക് കിട്ടിയതാണ്. അത് സിനിമ കണ്ടു കഴിയുമ്പോ എനിക്കും അതൊരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോ കാർത്തികിന്റെ ഒരു ചിരി എങ്കിലും അപ്പുറത്തെ ക്യാരക്ടർ ബിജുമാനന്റെ ക്യാരക്ടറിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം നെറേറ്റീവ് മാറുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഈ സിനിമയിൽ ഒരുപാട് മൈക്രോ ഡീറ്റെയിലിംഗ് ഉണ്ട്. നിങ്ങൾ കുത്തിയിരുന്നതിന്റെ ലൂപ്പ് ഹോൾ അടച്ച് നമുക്ക് മനസ്സിലാവും കുറെ ഏരിയയില്. ഇപ്പൊ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുമ്പോൾ ലാസ്റ്റ് നിങ്ങളൊരു ഡയലോഗ് പറഞ്ഞ അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട്. അപ്പൊ എത്ര ഡ്രാഫ്റ്റ് പോയിട്ടുണ്ട് ഇതിനകത്ത് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട്? ഇതില് കുറെ ഡ്രാഫ്റ്റ് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ച് ഈ സിനിമ തുടങ്ങി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ ഒരു റൂട്ടിലേക്ക് ഈ സിനിമ പോകാം എന്ന് തോന്നി. അതുവരെ ഞാൻ ആസിഫിനോടും ബിജുവിനോട് പറഞ്ഞ കഥയല്ലാതെ മറ്റൊരു സംഗതി തിരിഞ്ഞു വന്നായിരുന്നു സിനിമ തുടങ്ങിയതിനു ശേഷമാണ്. അപ്പൊ അന്ന് മുതൽ എനിക്കറിയാം ഞാൻ എടുക്കേണ്ട എഫേർട്ട് കുറച്ച് വലുതാണ്. ഈ പറഞ്ഞ പോലെ രാത്രികളിലും ഷൂട്ട് കഴിഞ്ഞിട്ടും രാവിലെയൊക്കെ സംഭാഷണം എഴുതുന്ന ജോലി ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ പറയേണ്ട അതിന്റെ റൈറ്റേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ തിരക്കഥ ശരത്തും ആനന്ദുമാണ്. ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള 2 റൈറ്റേഴ്സാണ്. ഭയങ്കരമായിട്ട്
അവര് വലിയ ലെവലിലേക്ക് വരും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇതിൽ ഈ സംഭാഷണം എഴുതുന്നത് ജോലിയാണ് എന്റെ. പക്ഷെ ഈ സിനിമ തുടങ്ങി 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ട്രാക്ക് ഓപ്പൺ ആയി കിട്ടി. അപ്പോ ആ ട്രാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എവറി ഡേ എഴുത്തായിരുന്നു. എല്ലാ ദിവസവും എഴുതുന്ന സീനുകൾ തന്നെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ എനിക്ക് എപ്പോഴും അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എല്ലാ പടങ്ങളും 6 പടങ്ങളിലും ആ ഫൈനൽ ലാസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എഴുതുന്ന ഒരു എഴുത്തുണ്ട്. അതാണ് എനിക്ക് തരുന്ന ഏറ്റവും ആ ഡ്രാഫ്റ്റാണ് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ പുതിയ ജിസ്റ്റോ ആണെങ്കിൽ പോലും ചില ഏരിയയിലൊക്കെ പഴയ ജിസ്റ്റോ ഉണ്ട് ഡയലോഗ്സിലൊക്കെ. എന്റെ പ്രശ്നം എന്റെ ഉത്തരങ്ങളാണ് സാർ എന്നൊക്കെ പറയുന്ന ചില സിനിമാറ്റിക് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അത് ആ ജിസ്റ്റോനെ ഓർത്തിട്ട് തന്നെ എഴുതിയതാ. അല്ല, അത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇവർ തമ്മിലുള്ള ഒരു പ്രോബ്ലം തുടങ്ങുമ്പോൾ ഒറ്റയടിക്ക് ഒരു ഇഷ്യൂ തുടങ്ങാൻ പറ്റത്തില്ലല്ലോ. ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാജുവലി ഒരു ഗ്രാഫ് ഉണ്ടാവണം. അപ്പൊ അതിൽ പറഞ്ഞത് എന്താ, ഇയാൾ 1.5 വർഷം കൊണ്ട് 5 ട്രാൻസ്ഫർ മേടിച്ച ആളാണ്. 1.5 വർഷം കൊണ്ട് പറയുമ്പോ അമ്മാവനാണ് മന്ത്രി. പക്ഷെ അമ്മാവൻ പോലും അറിഞ്ഞിട്ടില്ല ഇയാൾ 1.5 വർഷം കൊണ്ട് 5 ഡ്രാഫ്റ്റ് കിട്ടിയത്. അതല്ല ഞാൻ പറയുന്നത്. അല്ല, അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ചോദ്യത്തിൽ നിന്ന് പോയി ചോദ്യം തരുന്നു. പഴയ ജിസ്റ്റ് അങ്ങനെ ഓർത്തെഴുതിയതല്ല. ഇതിപ്പോ ജാഫർ ഇടുക്കിച്ചേട്ടന്റെ ക്യാരക്ടറിനെ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. അത്രയും ടെൻഷനിൽ നിൽക്കുമ്പോ ചിരി ഉണ്ടാക്കാം. അത് എങ്ങനെ വന്ന ഐഡിയ? അത് എനിക്ക് എഴുതി വന്നപ്പോഴേ ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് കഥ പോകുമ്പോ ഒരു എവിടെയോ ഒരു റിലീഫ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഈ ക്രൂവിലുള്ള എല്ലാവരും അതിനെതിരായിരുന്നു. ശരിയല്ല, എല്ലാവരും ഫുൾ ടീമുകൾ ആ ക്യാരക്ടർ അങ്ങനെ കൊടുക്കരുത്, അവിടെ ഒരു ക്യാരക്ടർ വരരുത് എന്നുള്ളതായിരുന്നു. അത് ശരിക്കും എന്റെ പിടിവാശിയായിരുന്നു. അത് വേണം. ഈവൻ എഡിറ്റിൽ വന്നപ്പോ പോലും അത് കളയാനൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു രീതിയിലും അപ്പൊ എനിക്ക് ഇതിന്റെ അല്ല അങ്ങനെ ആ രീതിയിൽ ഒരുപാട് പേര് കാണുമ്പോഴേ എന്താ വെച്ചാൽ സിനിമ ഇറങ്ങുന്നത് വരെ നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കാലിറ്റി ഇത്രയേ ഉള്ളൂ. സിനിമ ഇറങ്ങുന്നവരെ നമുക്കറിയില്ല ഓഡിയൻ എന്താണ് ഇഷ്ടപ്പെടാൻ പോകുന്നത്. ഇത്രയും സീരിയസ് ആയിട്ട് പോകുമ്പോൾ അത് വന്നാൽ അലമ്പാകും. ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ നമ്മൾ വരുമ്പോഴും. പക്ഷെ എന്റെ മനസ്സിലാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഒരുപക്ഷെ അപ്പുറത്തേക്ക് ഒരു സീക്വൽ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും എന്റെ മനസ്സിൽ അതുണ്ട്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ക്യാരക്ടറിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനകത്ത് കുറെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഇട്ട് വെച്ചിട്ടുണ്ട് ആ ക്യാരക്ടറിനകത്ത്. ഈ ജിസേട്ടൻ ആദ്യമായിട്ട് വിളിക്കുമ്പോ ഭയങ്കര അടുത്ത സുഹൃത്താണല്ലോ. അപ്പൊ ആദ്യമായിട്ട് വിളിക്കുമ്പോ ഈ പറഞ്ഞ ഈ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സർപ്രൈസിങ് എന്തോരം ഉണ്ടായിരുന്നു. കാരണം ഈ നമുക്ക് ദേഷ്യം തോന്നുമല്ലോ ഒരു പോയിന്റിലൊക്കെ. തോന്നുമോ? വെറുപ്പ് തോന്നുന്നു എന്നാണ് എന്നോട് എല്ലാരും പറഞ്ഞത്. പറയിപ്പിച്ച് അല്ല, ജിസ്മോൻ അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. നമുക്കറിയാം, ഇപ്പം ഈ പറഞ്ഞല്ലോ, വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇല്ലാണ്ട് വിളിക്കില്ല എന്ന് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നു, ഈ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിനകത്ത് പിന്നെ എനിക്ക് പറയാനുള്ളത്, ആ ക്യാരക്ടറിന്റെ അതിനൊരു രൂപമുണ്ടല്ലോ, ഒരു കാരിക്കേച്ചർ രൂപമുണ്ടല്ലോ, അതിന് ഒരുപാട് സഹായിച്ചത് റോണക്സ് മേക്കപ്പാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു പുരീകത്തിനെ കുറിച്ച് മാറ്റങ്ങളെ കുറിച്ച് ഡാർക്ക് ഷെയ്ഡൊക്കെ ഇട്ടാക്കി തന്നത്. പിന്നെ ഈ പറഞ്ഞല്ലോ, നമ്മള് മിമിക്രിയിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ട് ഇപ്പൊ ആദ്യം നമ്മൾ ഒരാളുമായിട്ടൊന്ന് ഇപ്പൊ ജിസ്മോനായിട്ട് പരിചയം ഉണ്ടെങ്കിൽ പോലും അഭിനയിച്ചു തുടങ്ങുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ചിലപ്പോൾ നമ്മുടെ അഭിനയം എടുക്കുക എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ ചിലപ്പോൾ കുറച്ച് കുറെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതലിട്ട് അഭിനയിക്കാൻ നോക്കുന്നു. കുറെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ എടുക്കാതെ വെച്ചിരിക്കുന്ന കുറെ സാധനം ഉണ്ടല്ലോ പഴയ തൊട്ട്. അപ്പൊ കുറച്ച് കൂടുതൽ അഭിനയം എടുത്തപ്പോ അപ്പൊ ജിസ്മോൻ പറഞ്ഞു, അത്രയും വേണ്ട നമുക്ക് ഈ പടത്തില്, ഇത് മതി. ഭയങ്കര രസമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അവിടെ ഒരു നല്ലൊരു കുടുംബം പോലെ ഏറ്റവും സന്തോഷകരമായി ഇനി ഇവരുടെ ടീമിൽ വരട്ടെ എന്നാണ്. ഈ സ്ക്രിപ്റ്റില് ഭയങ്കര പിരിമുറുക്കം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഷൂട്ട് ഭയങ്കര ആസ്വദിച്ചു. പ്രത്യേകിച്ച് ജാഫർക്ക് വരുമ്പോ ജാഫർക്കാണെങ്കിൽ ഇത്ര ഹൈറ്റ് ഉള്ള ഒരു സ്പീക്കറും ഇതുപോലത്തെ ഒരു കോർഡ്ലെസ് മൈക്കും ഉണ്ട്. രാത്രി ഗാനം വേണം, മിമിക്രി, ബിജുമേനന്റെ പാട്ട്, ഭയങ്കര അതെ കമ്മിറ്റ് ചെയ്തിട്ട് പരിപാടിക്ക് വരാത്ത ആൾക്കാർ. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു അത്രയും ആസ്വദിച്ചതും ഒക്കെയാണ് ഈ സിനിമയിലേക്ക് ഇപ്പൊ ഈ ഇതിന്റെ ഒരു എൻഡ് റിസൾട്ടിൽ ഇത്രയും ഭംഗിയായിട്ട് ഇത് കാണുന്നത്. ഓ
പടം കാണാൻ വേണ്ടി ഫാമിലി ഒന്നായിരുന്നു മുംബൈയും വൈഫും ഒക്കെ വന്നു. പടം കഴിഞ്ഞ ശേഷം ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണുനീരൊക്കെ വന്നു. അപ്പൊ ഹിറ്റ് ഓൾറെഡി ആസ്വദിച്ച് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഫാമിലി അടക്കം എന്റെ ഫാമിലി എന്റെ ഹിറ്റ് ആദ്യം കാണണം എന്നൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഹിറ്റ് ഓൾറെഡി പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ സിനിമയിൽ വന്നിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് 15 വർഷം ആവാറായി. ഇതുവരെ എന്റെ വാപ്പ ഉമ്മയും എന്റെ കൂടെ റിലീസിന് തിയേറ്ററിൽ വന്നിട്ടില്ല. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒന്നും ഈ റിസൾട്ട് വരുമ്പോ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാനുള്ള ഒരു സൗകര്യം ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോ അതെ അതിന്റെ സുഖം എന്താണെന്ന് അവരൊന്നും അറിയട്ടെ. അപ്പൊ എനിക്ക് പേഴ്സണലി ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ തന്നെ ആയിരുന്നു തലവൻ. അപ്പൊ ഞാൻ ജസ്റ്റിന്റെ കൂടെ ഒരു സിനിമയിൽ സാധാരണ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് സമയം ഇതിൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്റെ സുഹൃത്തും കൂടി ആയതുകൊണ്ട് അപ്പൊ എനിക്ക് എവിടേക്കോ ഒരു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എങ്ങാനും കിട്ടിയാലോ എന്നുള്ളത് കൊണ്ട് അതെ വാപ്പനും ഉമ്മ അവര് തൊടുപുഴന്ന് വന്നു. ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്റെ കൂടെ ഇരുന്ന് കാണുന്നത്. അതിലെ ആളുകളുടെ റിയാക്ഷനും കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും വന്ന് എന്റെ ചുറ്റും നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ദൂരെ നിന്ന് അഭിമാനത്തോടെ നോക്കുന്ന എന്റെ വാപ്പയെ ഞാൻ ഒളി കണ്ടിട്ട് നോക്കി സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രോൾ ഉണ്ട്, കുറച്ചുകാലം മുമ്പ് ഇറങ്ങിയതാണ്. ഇപ്പൊ ബ്ലോക്ക് ബസ്റ്റർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആസിഫ് അലി, അപ്പൊ അവനെ വിളിക്ക് എന്ന് പറയുമ്പോ ജിസ്ജ വരുന്നു. അങ്ങനെ അത് ഇവനിപ്പോ നമ്മള് ഒരു വിജയം കൊടുക്കണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവാറുണ്ടോ ആസിഫ് എന്നുള്ള ഫ്രണ്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ? ഉറപ്പായിട്ടുണ്ട്. അത് ആസിഫ് എന്നുള്ള മാത്രമല്ലേ, ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു പോയിന്റിൽ ഇപ്പൊ ബി ചേട്ടൻ ആയിക്കോട്ടെ, നമ്മൾ നരേറ്റ് ചെയ്യുന്ന ഒരു കഥ കേട്ട് വിശ്വസിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അതിനെ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാം പ്രൊവൈഡ് ചെയ്ത് ഏറ്റവും കൂടുതൽ എഫോർട്ട് എടുത്ത് അതിനെ നന്നാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യണം. അത് ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും. പക്ഷെ എനിക്ക് ആസിഫിനോടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്, എന്റെ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്ന കഥ അന്നത്തെ ഒരു 4-5 യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവർക്കത് വർക്കാവില്ല, ചിലവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാം, അഭിനയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആസിഫിന്റെ അടുത്തേക്ക് പോയി. ആസിഫിന് ഞാൻ എഴുതിയത് അങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ്. ആ 2 മണിക്കൂറെടുത്ത് നരേറ്റ് ചെയ്തപ്പോ കൃത്യമായിട്ട് ആസിഫിന് അത് മനസ്സിലായി. അപ്പൊ അന്ന് മുതലുള്ള ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ്. അതിനുമ്പ് അറിയാമെങ്കിലും അപ്പൊ അന്ന് മുതലുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് ആസിഫ് തരുന്ന ഒരു ഡേറ്റ്, അവിടെ നമ്മൾ സുഹൃത്തല്ല, പ്രൊഫഷണലിയാണ് ഞാൻ അതിനെ കാണുന്നത്. അത് നമ്മൾ ഒരിക്കലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ആ കിട്ടുന്നതിന് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് എനിക്ക് ഉറപ്പായിട്ടും എനിക്കത് എന്നെ സഹായിക്കണം, എനിക്കും ഗുണം ചെയ്യണം. അപ്പൊ അതിനേക്കാളേറെ എന്നെ വിശ്വസിക്കുന്ന എന്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റും അവർക്ക് എല്ലാവർക്കും ഗുണം ചെയ്യണം എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വളരെ ബോധേടാണ് അതിനെ കുറിച്ച്. ഞങ്ങൾ രണ്ടുപേരാണ് ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത്, അല്ലേ ജാഫർ? ബൈസിക്കിൾ തീവ്സിൽ ചക്ക ഷേക്ക്. അതാണ് ഇപ്പൊ ഇന്നലെ ഡയറക്ടർ രഞ്ജിത്ത് സാറ് വിളിച്ചിട്ട് വളരെ നല്ല റിവ്യൂസ് കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ സംസാരിച്ചു. അപ്പൊ എനിക്ക് സന്തോഷമുള്ളത്, ഈ കയ്യൊപ്പ് എന്ന് പറയുന്ന സിനിമ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ബാബു എന്നല്ലേ ക്യാരക്ടറിന്റെ പേര്? അതെ ഫിറോസ് ബാബു, കറക്റ്റ്. ബാബു എന്നാണ് പറയുന്നത്. മമ്മൂക്ക വന്ന് പറയുന്നത് നിന്റെ ജാതിയോ മതം ഒന്നും എനിക്കറിയില്ല. അതെ എക്സാക്ട്ലി. ആ ഭയങ്കര മനോഹരമായ ഒരു സീനാണ്. നിങ്ങൾ കയ്യൊപ്പ് എന്നൊരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കാണണം. അതിൽ മമ്മൂക്ക വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു സിംഗിൾ ഷോട്ട് സീനുണ്ട്, ഗംഭീര സീനാണ്. അതിൽ സംസാരിക്കുന്ന മുഴുവൻ ജാഫറിക്കയെ കുറിച്ചാണ്. ഞാൻ ജാഫറിക്ക അന്നാണ് നോട്ട് ചെയ്തത്. ജാഫറിക്ക എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് വരേണ്ട ഒരു ആർട്ടിസ്റ്റ്. അതിനുമ്പ് മിമിക്രിയിൽ എനിക്കറിയാമോ ജാഫറിക്കനെ. അന്ന് നോട്ട് ചെയ്തതാണ്. ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് ആര് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജാഫർ ഇടുക്കി എന്ന് പറഞ്ഞ ആളുണ്ടാകും എന്നുള്ളത്. അങ്ങനെയാണ് ബൈസൈക്കിൾ ദിവസത്തിലേക്ക് വിളിക്കുന്നത്. ഇപ്പോ ഈ മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു കാര്യമുണ്ടല്ലോ, കാരണം ഈ സിനിമയിലുടനീളം ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ട് കൊണ്ടുപോകാനും ഏറ്റവും ഹെൽപ്പ് ചെയ്തത് ദീപക് ദേവ് ഫാക്ടർ തന്നെ. അപ്പൊ ഈ അത് കഴിഞ്ഞിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പടങ്ങുന്തോറും വീര്യം കൂടുന്ന പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി. ശരിക്കും എങ്ങനെ ആ ഒരു വേണ്ടി നടക്കണം മ്യൂസിക് ഡയറക്ടർ? അതെ ദീപക് അറിയാലോ. ഓഫ് കോഴ്സ് എന്റെ ആദ്യത്തെ 2 സിനിമയും ബൈസിക്കിൾ ദിവസം സൺഡേ ഹോളിഡേയും ദീപക് ദേവ് തന്നെയായിരുന്നു. ഇപ്പൊ അദ്ദേഹം എംപുരാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയ പ്രോജക്റ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ മറ്റു സിനിമകളൊന്നും പുള്ളി കമ്മിറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കി അറിയാം, കഴിഞ്ഞ 1 വർഷമായിട്ട് ഒറ്റ സിനിമയും പുള്ളി കമ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പോയിട്ട് ദീപക് ഈ സിനിമ ഒന്ന് കാണൂ എന്നിട്ട് ദീപക് എന്റെ സ്റ്റുഡിയോയിൽ ഫസ്റ്റ് ഡബ് ചെയ്യാത്ത വേർഷൻ 2.25 മണിക്കൂറുള്ള ഒരു വേർഷൻ ആണ് ഞാൻ ദീപകിനെ കാണിക്കുന്നത്. ദീപക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ നല്ല രസമുണ്ട്, ബ്രേക്ക് ചെയ്യണ്ട, സെക്കൻഡ് ഹാഫ് കൂടെ കാണാം എന്ന് പറഞ്ഞു. ദീപക് എനിക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഭയങ്കര വലുതാണ്. ഓഫ് കോഴ്സ് ദീപകിന്റെ പ്രത്യേകത, ദീപക് ഒരു പക്ഷെ മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിനേക്കാൾ ഒരു അല്പം കൂടെ സമയം കൂടുതലെടുക്കും. അത് പുള്ളിയുടെ ഈ ഭയങ്കര
പ്രിസൈസ്ഡ് പെർഫെക്ഷൻ വേണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പുള്ളി തന്നെ ഇരുന്ന് ചെയ്യുന്നതാണ് എല്ലാം. അല്ലാണ്ട് വേറെ ആൾക്കാരെ വെച്ചുകൊണ്ട് ചെയ്യിക്കുന്നത് വളരെ കുറവേ ഉള്ളൂ. പുള്ളി തന്നെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഭയങ്കര സൗണ്ടിങ് സെൻസ് ഉള്ള ആളാണ്. അപ്പോൾ ദീപക്കിന്റെ ഒരു സുഹൃത്ത് എന്നതിനപ്പുറം ദീപക് ദേവിന്റെ ആസ് എ മ്യൂസീഷ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര വേഴ്സറ്റാലിറ്റി ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കരളെ കരളിന്റെ കരളെ എന്നുള്ള പാട്ട് ഉദയനാണ് താരത്തിൽ അതേ സിനിമയിലാണ് പറയാതെ അറിയാതെ എന്നുള്ള മനോഹരമായ ക്ലാസിക്, സ്വയംവര ചന്ദ്രിക, അങ്ങനെ പറഞ്ഞ ഇഷ്ടം പോലെ. അപ്പോ അങ്ങനെ ഒരു ഭയങ്കര വേഴ്സറ്റാലിറ്റി ഉണ്ട് ദീപകിന്. പിന്നെ അദ്ദേഹം ശരിക്കും ഇപ്പൊ എഡിറ്റ് മാത്രമല്ല, മ്യൂസിക്കിനും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, സാധാരണ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് 18 ദിവസം മുതൽ 20 ദിവസം വരെയാണ്. പണ്ടൊക്കെ സിനിമയിൽ ഫിലിമിൽ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് അന്നൊക്കെ ശരിക്കും 3 ദിവസം അല്ലേ, അവർക്ക് 3 ദിവസത്തേക്ക് ഒരു സ്റ്റുഡിയോ ബ്ലോക്ക് ചെയ്താൽ 3 ദിവസം കൊണ്ട് റീ റെക്കോർഡിംഗ് കഴിയും. ഇന്നത് മാറി 20-22 ദിവസമായി. പക്ഷെ ഈ സിനിമയ്ക്ക് ഏതാണ്ട് 4-5 മാസം ദീപക് എടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ അത്രയും ഞാൻ പറഞ്ഞു, ഇവര് 2 പ്രൊഡ്യൂസേഴ്സും എനിക്ക് ടെൻഷൻ ഉണ്ട് ആ സമയത്ത് ഇങ്ങനെ നീണ്ടു പോകുമ്പോഴേ. പക്ഷെ ആ നീണ്ടു പോയതിനൊക്കെ ദീപക് വർക്ക് കൊണ്ട് അതിന് ഉത്തരം നൽകി. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന രീതിയിലേക്ക് ആ വർക്കിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ചേട്ടാ, അപ്പോഴും ഈ വിജയസേട്ടൻ പറയുമ്പോഴേ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ പടം അത്രയും ദിവസം മോൾഡ് ചെയ്ത് വെക്കുക, ഷൂട്ട് കഴിഞ്ഞു, പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാന്ന് പറയുമ്പോൾ ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. കാരണം മറ്റ് സിനിമകൾ അതോടൊപ്പം നടക്കുന്നുണ്ട്. എങ്ങനെ അത് മാനേജ് ചെയ്ത് പോവപ്പോ? അല്ല, നമ്മൾ ഈ പറഞ്ഞ നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. ആ സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെയിറ്റിംഗ്. അതിപ്പം സിനിമ നന്നാവുക എന്നുള്ളതിന് വേണ്ടി, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ എഫേർട്ട് എടുക്കാമോ ഇപ്പൊ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് മാത്രമല്ലല്ലോ, പണം ചെലവാക്കുന്നതിന് മാത്രമല്ല, നമ്മളതിന്റെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഔട്ട്പുട്ട് വരാൻ വേണ്ടി നമുക്ക് എടുക്കാവുന്ന എഫേർട്ട്, ടൈമും അതിന് വലിയൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. നമ്മൾ ഇന്ന സമയത്തിന് റിലീസ് ഡേറ്റ് വെച്ചിട്ട് സിനിമ അനൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് സിനിമ ഇവോൾവ് ആയി വന്ന് ഏറ്റവും നല്ല ഷേപ്പിൽ വന്നിട്ട് നമ്മൾ റിലീസ് അനൗൺസ് ചെയ്യുക, സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നത്. അതെന്താ പറയുക, നമ്മൾ ആ സമയവും അത് ചെലവാക്കുക എന്ന് തന്നെയാണ് എന്റെ പ്രധാന കാര്യം. ചേട്ടാ, ട്രാക്ക് മാറ്റിയ ജിസ്ജോയ് എന്നാണ് ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയയിലും പറയുന്നത്. അപ്പോ ഈ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, അവരുടെ പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ പുതിയ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോ അതെങ്ങനെയാണ് ഓരോ ആക്ടേഴ്സിലേക്ക് എത്തിയത്? ആക്ടേഴ്സിലേക്ക് എത്തിയെന്ന് പറയുമ്പോ ഈ പറയുന്ന പോലെ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അറിയപ്പെടുന്ന ആൾക്കാരാണ്. എനിക്ക് അതൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ അങ്ങനെ വേണമെന്ന്, എല്ലാ സിനിമയും അങ്ങനെ വേണം നിർബന്ധമില്ല കേട്ടോ, പക്ഷെ ഇതിൽ അങ്ങനെ വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഈ ഇനീഷ്യൽ ഡിസ്കഷനിൽ ഇതിന്റെ ക്യാമറാമാൻ ശരൺ വേലായുധന് ഞാനും കൂടെ ഒരു 2 ദിവസത്തെ ഒരു സെറ്റിംഗ് ഉണ്ടായിരുന്നു. അത് എന്റെ വീട്ടില്, എന്റെ ഫ്ലാറ്റില്. അപ്പൊ ആ സെറ്റിംഗിലാണ് ഞങ്ങൾ ഇതിന്റെ കളർ, ഏതെല്ലാം കളേഴ്സ് ഉപയോഗിക്കണം, ഏതെല്ലാം കളേഴ്സ് ഉപയോഗിക്കരുത് എന്നുള്ളൊരു ഡിസിഷൻ എത്തുന്നത്. നിങ്ങൾക്ക് അറിയാമോ, പറയുമ്പോൾ മാസ്റ്റർ അനമോർഫിക് എന്ന് പറയുന്ന ലെൻസിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ക്രീനിലും ഇത് സ്പെഷ്യലായിട്ട് എഡിറ്റ് ചെയ്യാതെ പ്ലേ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ അതിന്റെ ഒരു അനമോർഫിക് ലെൻസ് തരുന്ന ഒരു ബ്യൂട്ടി ഉണ്ട് സിനിമാറ്റോഗ്രഫിയില്. അപ്പൊ എന്ന് പറയുന്ന പോലെ ഓരോ ആർട്ടിസ്റ്റിനും ഇങ്ങനെ പെരുമാറണം, സട്ടിലായിട്ട് നിർത്തേണ്ടടുത്ത് സട്ടിലായിട്ട് നിൽക്കണം. അങ്ങനെയുണ്ട്. ഇപ്പൊ ഒരു സ്റ്റാർ വാല്യൂ വെച്ചിട്ട് ഇപ്പോ ഒരു ഇമ്പോർട്ടന്റ് സീനിലൊക്കെ, ചില സീനിലൊക്കെ ആസിഫ് വളരെ സട്ടിലായിട്ട് മിണ്ടാതെ നിൽക്കുകയാണ്. അവിടെ നമ്മൾ ഹീറോ ആണ്, ഇയാള് പെർഫോം ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ അത് വേറെ കൈൻഡ് ഓഫ് സിനിമയായി പോകും. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജിസ്തേട്ടൻ ട്രാക്ക് മാറ്റിയ പോലെ നസീർക്കൻ ട്രാക്ക് മാറ്റിയതാണോ? അങ്ങനെയല്ല, ഈ പറഞ്ഞ പോലെ അങ്ങനൊരു മാറ്റം കൂടി വേണ്ടേ അല്ലേ? ഇപ്പോ നിങ്ങളൊക്കെ തന്നെ പറയുന്നില്ലേ, എല്ലാവരും നന്നായിട്ടുണ്ട്, കൊള്ളാം എന്നൊക്കെ പറയുന്നില്ലേ? അതായിരുന്നു നമ്മൾ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്നോ? ഇപ്പൊ ഞങ്ങൾ ഇന്നലെ ഒരു കാര്യം ഞാൻ ജിസ്മോനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മിമിക്രിയിൽ ഞാനൊരു കുറെ താരങ്ങളെ അനുകരിച്ചിട്ടുണ്ട്, രാഷ്ട്രീയക്കാരെയൊക്കെ അനുകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നടനെ ഞാൻ അനുകരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഈ ഒരു 10,000-5,000 പേര് അനുകരിക്കുന്നത് ചിലപ്പോൾ ആ നടനെ ആയിരിക്കും, ആ നടൻ ചെയ്ത് ഹിറ്റാക്കിയ ഏതോ ഒരു കഥാപാത്രത്തെ ആയിരിക്കും. നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് ആ നടൻ അവകാശപ്പെട്ടതാണ്. പക്ഷെ സിനിമയിൽ നമ്മളൊരു കഥാപാത്രം ചെയ്ത് വിജയിച്ചാൽ അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിന്റെ ഒരു സന്തോഷം. തുടക്കത്തിലെ അല്ല, ഈ സിംഗിൾ തല രാവണന്റെ കാര്യം ചോദിക്കുമ്പോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ തലവനിലെ സിംഗിൾ തല രാവണൻ ആരാണ്? ജിസേട്ടനാണോ? അങ്ങനെ ഒരു
ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു പേരാണ് സിംഗിൾ തല രാവണൻ. നമ്മളിലേക്ക് വരുമെന്ന് തോന്നിയിട്ടുണ്ടോ ആ പേര്? ഉറപ്പായിട്ടും സിംഗിൾ തല രാവൺ അങ്ങനെ ഒരു ടൈറ്റിൽ വെക്കാൻ കാരണം അത് ഒരേ സമയം ഹ്യൂമർ ആയിരിക്കണം, അത് ഒരേ സമയം അതിനകത്ത് വേറൊരു ഇൻസൈറ്റ് ഉണ്ടാകണം. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഹ്യൂമർ വർക്കാവുകയും വേണം. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇന്നലെ ആ സീനുകൾക്കൊക്കെ ആൾക്കാർ ക്ലാപ്പ് ചെയ്യുന്നുണ്ടപ്പോ ഈവൺ ആ ടൈറ്റിൽ പറയുന്നിടത്ത് മുതല് അതാ പറഞ്ഞ ചില സമയത്ത് നമുക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ആരോ തോന്നിപ്പിക്കുന്നതാണ് ചെയ്യുന്നു. ഈ ടൈറ്റിലുകൾ എവിടുന്നാ കിട്ടുന്നത്? സിംഗിൾ തല രാവണൻ, ജെട്ടിക്കുള്ളിലെ ഭീകരൻ, അതൊക്കെ ഓർത്തിരിപ്പുണ്ടല്ലേ? ഇങ്ങനെ ഇത് ഒരു ദിവസം രഞ്ജി പണിക്കരേട്ടനും കൂടെ മോഹൻകുമാർ ഫാൻസിന്റെ സമയത്ത് അല്ല വിജയ് സൂപ്പറിന്റെ സമയത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ രഞ്ജിയേട്ടൻ പറഞ്ഞു, എടാ ഇതിങ്ങനെ എഴുതി വരുന്ന സമയത്ത് ഇപ്പൊ കിങ്ങിലെ ക്യാരക്ടറിന്റെ പേരൊക്കെ ഓരോരുത്തരുടെ പേരും പുള്ളി പറയാം എഴുതി വരുമ്പോ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല, ഡെലിബറേറ്റ്ലി ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എഴുതി വരുമ്പോ ഒരു ഒഴുക്കിനങ്ങ് വരുന്ന അത് ശരിയാ. ഞാനിപ്പോ എങ്ങനെയാണ് ആ പേര് കിട്ടിയെന്ന് എനിക്കെന്നെ അറിയില്ല. സിംഗിൾ തല രാവണൻ. അല്ല സിനിമയിൽ അതിന്റെ ആൻസർ ഉണ്ട്, സിനിമയിലുണ്ട്. വിമൻ ക്യാരക്ടേഴ്സ് ഈ പടത്തിൽ ഇപ്പൊ സാധാരണ ഒരു പോലീസ് സ്റ്റോറിയില് പോലീസുകാരന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ യൂണിഫോം ഒക്കെ തേക്കുന്ന, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന അവിടെ വരെ അവസാനിക്കും. പക്ഷെ ഇതിൽ കുറച്ചും കൂടി ഉണ്ട് ചെയ്യാൻ. അങ്ങനെ തന്നെ റൈറ്റിംഗിൽ വേണം, ഇവർക്കൊരു ലെയർ വേണം, ഇവർക്കും കഥയിൽ ചെയ്യാൻ വേണം. അതും നിങ്ങളുടെ ആദ്യത്തെ കഥയിൽ ഉണ്ടായിരുന്നോ? അതോ? ഉറപ്പല്ല, അങ്ങനെയല്ല. ആദ്യത്തെ കഥയിൽ അത് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമയിലും എനിക്ക് ഈ സ്ത്രീ കഥാപാത്രങ്ങൾ പ്രത്യേകിച്ച് ഇപ്പൊ അത് പറയുമ്പോ അതിന് വേറൊരു കോണ്ടെക്സ്റ്റില് അതെ എടുക്കണം എന്നില്ല. പക്ഷെ എങ്കിലും പറയാണ്, ആദ്യത്തെ സിനിമയിൽ ബൈസിക്കിൾ ദിവസം മുതൽ നോക്കിയോ, ഒരു പോയിന്റിൽ ആസിഫിനെ കൊണ്ട് ആസിഫ് പോലും അറിയാതെ ആസിഫിനെ ചീറ്റ് ചെയ്ത് വേറൊരു ലക്ഷ്യവുമായി പെരുമാറുന്ന അപർണ ഗോപിനാഥ് ചെയ്ത ക്യാരക്ടറാണ്. അതിനുശേഷം സൺഡേ ഹോളിഡേ ചെയ്തു. സൺഡേ ഹോളിഡേ ചെയ്തപ്പോ അപർണ ബാലമുരളി എന്തുമാത്രം വലിയ റോൾ അതിനകത്ത് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാം. അത്രയും വളരെ തകർന്നിരിക്കുന്ന ഒരാളെ ഒരു സുഹൃത്ത് എന്ന രീതി മോട്ടിവേറ്റ് ചെയ്യിക്കുന്നു, പിന്നെ ഇത് പ്രണയമാകുന്നു, പിന്നെ അതിന് വേറെ ലെയേഴ്സ് വരുന്നു. അതിനുശേഷം വിജയ് സൂപ്പറും പൗർണമിയും ടൈറ്റിൽ തന്നെ നമ്മള്. അപ്പൊ അങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ലേഡി കഥാപാത്രങ്ങൾ വളരെ ശക്തമായിട്ട് സിനിമയിൽ. എല്ലാ സിനിമയ്ക്കും നമുക്ക് അത് വേണമെന്ന് വെച്ച് എഴുതാനൊന്നും പറ്റുന്നില്ല. പക്ഷെ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇന്നലെ വരെ നിമിഷം ഞാനായിട്ടൊരു ഫൈറ്റ്. എക്സാക്ട്ലി. എനിക്കത് ഈസി ആയിട്ട് ആന്റണിയും അതെ കറക്റ്റ് ആന്റണിയും ആസിഫും കൂടിയിട്ടുള്ള ഫൈറ്റ് ആക്കാമായിരുന്നല്ലോ. അത് എങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുള്ളൂ. പക്ഷെ നമ്മൾ അപ്പൊ പോലും കാണാത്തത് കാണിക്കാൻ. അതാണ് ആന്റണി ഇരുന്നിട്ടാണ് നിമിഷയെ കൊണ്ട് തന്നെ ഇടിപ്പിച്ചത്. അനുശ്രീ ഒരു കുറച്ചു കാലമായിട്ട് തേപ്പുകാരി ഇമേജ് ഉണ്ടായിരുന്നല്ലോ കുറെ കാലം. അപ്പൊ ഈ ജസ്റ്റ് വിളിച്ചപ്പോ ഇങ്ങനെ നേരത്തെ ചോദിച്ചില്ലേ ഡ്രസ് അയൺ ചെയ്യുക അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നീ എന്തൊരു തേക്കാത്ത ജസ്റ്റോയാണ് വിളിക്കുന്നത്. അപ്പൊ എന്താ കോള് വന്നപ്പോ തേപ്പുകാരിയായിട്ടായിരിക്കും അതോ നായകന് ശക്തി കൊടുക്കുന്ന ആളായിരിക്കും? ഞാൻ ആകെ മഹേഷിന്റെ പ്രതികാരത്തിൽ ഒന്ന് തേച്ചിട്ടുള്ളൂ. ആ തേപ്പ് ഇത്ര ഭയങ്കര ഹിറ്റായൊരു ചാക്കോച്ചനാണ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത്. എന്നെ പറഞ്ഞു നീ അച്ഛന്റെ കൂടെ നിക്കണം. പിന്നെ പോകോഴി സമ്മതിച്ചത് മാത്രമേ ഉള്ളൂ. എടി മറ്റേത് ചാക്കോച്ചൻ അനുസരിച്ചത്. ഇല്ല, ജിസേട്ടൻ വിളിച്ചപ്പോ എന്തായാലും ഞാൻ തേപ്പ് പ്രതീക്ഷിച്ചില്ല. അത് മേ ബി ഇനി ജിസേട്ടന്റെ ഈ ഫീൽ ഗുഡ് മൂവി മറ്റേതിനകത്ത് ഉണ്ടെന്ന് തോന്നില്ല. ശ്രുതി രാമചന്ദ്രൻ ആസിഫിനെ തേച്ചിട്ടുണ്ടോ തേപ്പ് പ്രതീക്ഷിക്കണമായിരുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്തോ വലുത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ജിസേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത്. ഭയങ്കര ആഗ്രഹമായിരുന്നു. എപ്പോഴൊക്കെയോ പരസ്യമായും അല്ലാണ്ടും ഒക്കെ ഞാൻ എന്നെ വിളിക്കണില്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ജിസേട്ടന്റെ അടുത്ത്. കാരണം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇഷ്ടമായതുകൊണ്ട് തന്നെ മേ ബി ഈ ഒരു ഫീൽ ഗുഡ് മൂവീസിന്റെ ഒരാളായതുകൊണ്ടായിരിക്കാം. പക്ഷെ ജിസേട്ടൻ എന്നെ വിളിച്ചത് ഇങ്ങനത്തെ ഒരു സസ്പെൻസ് ത്രില്ലറിലോട്ടായിരുന്നു. പക്ഷെ ക്യാരക്ടർ പറഞ്ഞപ്പോ തന്നെ ഒരുപാട് സീൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിലൊന്നും ഒരുപാട് ഇല്ലെങ്കിൽ പോലും ഓക്കെ എനിക്ക് കുറച്ച് പെർഫോം ചെയ്യാനുള്ള ഒരു ഏരിയ ഫീൽ ചെയ്തിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ പാർട്ട് ആവാനായിട്ട് ഒരുപാട് ഇഷ്ടമായിട്ട് തന്നെയാണ് ചൂസ് ചെയ്തതും. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്തോഷം ഇപ്പൊ അനുഭവിക്കാൻ പറ്റിയത്.
ഈ കാലിനൊക്കെ പരിക്ക് പറ്റിയ കഥാപാത്രങ്ങളൊക്കെ ചില സിനിമകളിൽ അത് ചെയ്ത് കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ SMMD എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഗ്രൂപ്പുകളുണ്ട്, അവര് ട്രോളിക്കൊല്ലും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ജിസ്റ്റേക്ക് ഇത് ഓവറാക്കി ചെയ്യണ്ട? ജിസ്റ്റേടൻ പറഞ്ഞൊരു കാര്യം, ഈ വീൽ ചെയർ ഇങ്ങനെ പരിക്ക് പറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഭീകരമായിട്ട് അങ്ങ് ഇരുന്ന് പോയ, അല്ലെങ്കിൽ വീൽ ചെയറിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഈ വാക്കിംഗ് സ്റ്റിക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അത്രയും ഒരു ദയനീയതയിലേക്ക് നമുക്ക് പോവണ്ട, ഒന്ന് മിനിമൽ ആയിട്ട് പിടിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓർക്കായിരുന്നു, മിനിമൽ ആവുകയും വേണം, എന്നാൽ നമ്മുടെ ഒരു ഡിഫിക്കൽട്ടി കാണിക്കുകയും വേണം, അപ്പൊ എന്താ ചെയ്യാന്നൊക്കെ ഉള്ളത് ഞാനും ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. അപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഡോക്ടർ. പുള്ളിക്കാരി ഈ പറയുന്ന പോലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ്. അതായത് ഇതുപോലെ ഇഞ്ചുറി വന്ന ആളുകളെ തിരിച്ച് ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരുന്ന, അതാണ് അവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു, ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഞാനിപ്പോ പുള്ളിക്കാരിയെ വിളിച്ചു, എടോ ഇന്ന പോലാണ് സംഭവം, അപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതുപോലെ ഒരു ഇഞ്ചുറി പറ്റി ഒരു 2 ഇയേഴ്സിനൊക്കെ ശേഷം എന്തൊക്കെയായിരിക്കും ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ, നമുക്ക് സിനിമയിൽ യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ പറഞ്ഞു ചിലര് വടിയൊക്കെ പിടിച്ചാൽ പറഞ്ഞു വടിയൊന്നും പറ്റത്തില്ലെന്നാ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ഇങ്ങനെ ചിലപ്പം ചില ഞരമ്പുകൾക്ക് ഇങ്ങനെ പ്രശ്നം വന്നിട്ട്, ഇതെല്ലാം കൂടെ പറയണ്ടല്ലേ, ഓക്കെ. അപ്പൊ എനിക്ക് ചെറിയൊരു ഐഡിയ ഈ പറയുന്ന പോലെ കിട്ടി. അപ്പൊ പെട്ടെന്നൊരു മെഡിക്കൽ കോൺഫറൻസ് ഇല്ല ഞാൻ നിർത്തി, പെട്ടെന്ന് എനിക്ക് ബോധം വന്നു. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് ജിസ്റ്റേട്ടൻ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ചെറിയൊരു ഡിസ്കഷൻ നടത്തി. ഞാനപ്പോ ജിസ്റ്റേട്ടനൊന്ന് ചെയ്ത് കാണിച്ചു, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയോ, ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ ഇത് നമുക്ക് മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ഡിസ്കഷൻ ഒക്കെ ഇതിന്റെ ബാക്കിൽ നടത്തി നമ്മൾ തീരുമാനിച്ചതായിരുന്നു നമുക്ക് ഇങ്ങനെ ചെയ്യാന്നുള്ളത്. അത് രക്ഷപ്പെട്ടു. ആസിഫ് ഇപ്പൊ അജിത്തിന്റെയും വിജയന്റെയും സിനിമകൾ വരെ വലിയ രീതിയിൽ റിവ്യൂ ചെയ്യുകയും അതിന് നല്ല രീതിയിൽ പ്രഹരശേഷിയോടുകൂടി തന്നെ റിവ്യൂ ചെയ്യുന്ന ആളാണ് ഈ ബ്ലൂ സട്ടൈമാരൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു റിവ്യൂ. അപ്പൊ അതിന് ആള് വളരെ ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ആണ് തലവന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ മഞ്ഞമ്മലിന് ശേഷം ആസിഫ്ക്ക് അവിടെയും കൊണ്ട് പിടി അങ്ങനെ അല്ല, ഞാൻ ഇപ്പോ സത്യം പറഞ്ഞ ഞാൻ ഫോണില് ഫേസ്ബുക്കിൽ ഇങ്ങനെ റിവ്യൂസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഇന്ന് രാവിലെ ശരണാണ് എനിക്ക് അത് അയച്ചു തന്നത്. അത് ഭയങ്കര വലിയൊരു സൈനാണ് അവിടെ ചെന്നൈയില്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് കഴിഞ്ഞ ഈ 2 സിനിമകളുടെ പ്രൊമോഷൻ ടൈമിൽ ചോദിച്ചു, ഈ അന്യഭാഷാ സിനിമകളിൽ എന്തുകൊണ്ട് അഭിനയിക്കുന്നില്ലെന്ന്. അതിനുള്ള ഉത്തരം ഇവിടെ നിന്ന് ഇപ്പൊ പോകുന്നുണ്ട് അങ്ങോട്ട്. നമ്മൾ ചെയ്യുന്ന സിനിമകൾ മുഴുവൻ ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഇപ്പൊ അതിൽ തന്നെ മെൻഷൻ ചെയ്യുന്നത് ക്രൈം ത്രില്ലർ സിനിമകൾ ചെയ്യാൻ മലയാളികൾക്കൊരു പ്രത്യേക കഴിവുണ്ടെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ എല്ലാ തരം സിനിമകളും നമ്മൾ ചെയ്യുന്നതിനെ പറ്റി ബാക്കി അന്യഭാഷകൾ സംസാരിക്കുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം. ഇനി അങ്ങനെ സഞ്ചരിക്കട്ടെ. മലയാള സിനിമ ഡബ് ചെയ്യപ്പെടാതെ മലയാള സിനിമയായിട്ട് തന്നെ എല്ലാ തിയേറ്ററുകളിലും പ്ലേസ് നമ്മൾ ഹിന്ദി സിനിമ കാണുന്ന അതേ എക്സൈറ്റ്മെന്റിൽ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ കാണാൻ പറ്റട്ടെ. തലവൻ 2 എപ്പോ ഷൂട്ടിംഗ് നടന്നു? ഇന്ത്യൻ 2 എന്നൊക്കെ പറയുന്ന ഒരു വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് അതിന്. അതായത് ഈ സിനിമ അവസാനിക്കുമ്പോ കുറെ പേര് പറഞ്ഞിരുന്നു അത് അങ്ങനെ എഴുതി കാണിക്കണം. ഡയറക്ടേഴ്സ് കാർഡ് വരുന്നതിന് മുൻപ് ഈ പറയുന്ന തലവൻ 2 എന്ന് പറയുന്ന അത് എഴുതി കാണിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് കാര്യം ഞാൻ മാത്രമല്ല കേട്ടോ, എഡിറ്റർ സൂരജും വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു അത് നമ്മൾ എഴുതി കാണിക്കണം. അത് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ മീൻ അങ്ങനെ ഒരു സീക്വൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് അവർക്ക് തോന്നിയെടുത്തല്ലേ അത് വലിയ കാര്യം അല്ലേ? അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇന്നലെ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒത്തിരി പേര് വന്നിട്ട് അതെപ്പോഴാ സീക്വൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ എഴുതി കാണിക്കാതെ തന്നെ അത് അവർക്ക് മനസ്സിലായി എന്നുള്ളത് ഒരുപാട് സന്തോഷം. ഇനി ഈ സാറുമാര് ഡേറ്റ് തരണമല്ലോ. ഞാൻ തന്നു കഴിഞ്ഞു. വലിയ ഡിസ്കഷൻ അല്ല, സിനിമ അനുവിന്റെ കാര്യത്തിൽ ജിസ്റ്റോയ് ഇവിടെ സാധാരണ ഇതില് അന്വേഷണാത്മക സിനിമകൾ വരുമ്പോൾ നോർമലി ആ ഒരു കഥയുടെ കൂടെ നമ്മളിപ്പം നായകനാണെങ്കിൽ നായകന്റെ അന്വേഷണത്തോടൊപ്പം നമ്മൾ പ്രേക്ഷകരും അന്വേഷണം തുടങ്ങും. അപ്പൊ ആ അന്വേഷണമൊക്കെ നമ്മള് ഇപ്പം പല സമയത്തും ഈ ക്രൂവിനോട് ഈ പല സജഷൻസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു എലമെന്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണോ അങ്ങനെ ചെയ്തത്?
അതൊരു കഥ സാധാരണ ഇതില് ഒരു സ്ക്രിപ്റ്റ് റെഡി ആയി കഴിഞ്ഞാല് പിന്നെ അതിനകത്ത് മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ അതിനകത്ത് ഡയറക്ടേഴ്സ് പൊതുവെ സമ്മതിക്കാം. ഈ മെയിൻ ആക്ടേഴ്സും ചിലപ്പോൾ സമ്മതിക്കാതിരിക്കും. അതേ പറയും ഇവര് ഈ ബിജുവേട്ടനും ആസിഫും എനിക്ക് ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്നിൽ അർപ്പിച്ചൊരു ട്രസ്റ്റ് ഉണ്ട്. കാരണം ഇത് ഈ സംഗതി പുതിയൊരു ട്രാക്കിലേക്ക് നമ്മൾ മാറ്റാൻ പോവുകയാണെന്ന് ഞാൻ ഇവരെ രണ്ടുപേരെയും വിളിച്ചിരുത്തിയിട്ട് ചേട്ടാ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ട്രാക്ക് വന്നിട്ടുണ്ട്, ഇത് ഇങ്ങനെ ചെയ്തോട്ടെ. കാരണം ഇവരോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കഥയെ കുറിച്ച്. അപ്പൊ ഇവര് രണ്ടുപേരും തന്നൊരു സപ്പോർട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതാണ് ആ ട്രസ്റ്റ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അത് അത്രയും ഒരു ട്രസ്റ്റാണ് അവർ നമുക്ക് തന്നത്. പിന്നെ ഈ അഭിനയിച്ച ആൾക്കാരെ മുഴുവൻ ആവശ്യമുള്ളിടത്ത് സട്ടിലാക്കി നിർത്താൻ, ചില സമയത്ത് മാത്രം ലൗഡാക്കുക, ആ ഒരു പിടി പോകരുത്. കാരണം ഈ കുറ്റാന്വേഷണ സിനിമ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പം മാറിയ ആൾക്കാർക്ക് ആളെ മനസ്സിലാകാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ചിന്തിച്ച് അങ്ങനെ പോരുന്നില്ല. ആൾക്കാർ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഈവൺ ഇപ്പൊ ജാഫർക്കയുടെ ആ 2 സീൻ വരുമ്പോ പോലും ആൾക്കാർ മെയിൻ മൂലകഥയിൽ നിന്ന് പോകാൻ പാടില്ല. അതിനൊരു ആൻസർ ഉണ്ടാകണം. ബോധപൂർവ്വം എടുക്കുന്ന കാര്യങ്ങളാണ്.